ഈ പൊതു തെരഞ്ഞെടുപ്പ് 2019 പൊതു തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലം അവിടെ വയനാടിൽ പെടുന്നതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. അപ്പോൾ രാഹുൽ ഗാന്ധി അടക്കം എങ്ങനെയാണ് വോട്ട് ഈ നിലമ്പൂരിൽ സ്വന്തമാക്കിയിട്ടുള്ളത്, അത് വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കാൻ ഇടയുണ്ടോ എന്നാണ് നോക്കുന്നത്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി 1,3862 വോട്ടാണ് രാഹുൽ ഗാന്ധി നേടിയിട്ടുള്ളത്. അതായത് സമയം ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ പി സുനീർ നേടിയത് 42,000-ലധികം വോട്ടുകളാണ്. അതായത് വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നിലമ്പൂർ യുഡിഎഫിന് വേണമെങ്കിൽ ലോക്സഭാ കണക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ യുഡിഎഫിന് വളരെ അനുകൂലമായ യുഡിഎഫിന്റെ മണ്ണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. പിന്നെ ഒരു സ്വാധീനം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലെങ്കിൽ പോലും തുഷാർ വെള്ളാപ്പള്ളി അന്ന് 17,749 വോട്ടുകൾ നേടുന്നു. രാഹുലിന്റെ ലീഡ് 60,000-ലധികം, ഒരു മണ്ഡലത്തിൽ 60,000-ലധികം ലീഡ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചു. രാഹുൽ എഫക്ട് ഉണ്ടാകും, എന്നാലും ഒരു മണ്ഡലം ഇത്രയും വലിയൊരു ഭൂരിപക്ഷം നൽകുകയാണ്. ഈ 2019 നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ 2024 പൊതു തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം എങ്ങനെയാണ് ഇത് വന്നത്. അത് 99,000, അതായത് നേരത്തെ 1,00,000 അതിൽ നിന്ന് അല്പം ഒന്ന് കുറഞ്ഞു. പക്ഷെ വലിയ ഇടിവെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ എന്നാലും നേരിയൊരു കുറവ്. എന്തായാലും ആ കണക്കിലേക്ക് നമുക്ക് വരാം. പ്രിയങ്ക ഗാന്ധിക്ക് 90,043. പ്രിയങ്ക ഗാന്ധിക്ക് 90,043 വോട്ടാണ് 2024 കിട്ടിയത്. സത്യൻ മുഖേരിക്ക് വളരെ കഴിഞ്ഞ സുനീറിനേക്കാളും വളരെ താഴ്ന്ന നിലയിലേക്ക് പോയി. 20,000-ലധികം വോട്ടിന് വ്യത്യാസമുണ്ട്. പി സുനീർ മത്സരിച്ച സമയത്ത് 42,000 ആയിരുന്നു. ഇപ്പോൾ 29,911 വോട്ടുകൾ മാത്രമാണ് സത്യൻ മുഖേരിക്ക് ഇവിടെ ഇത്തവണ നേടാൻ കഴിഞ്ഞത്. പ്രിയങ്കയുടെ ലീഡ് എന്നത് 65,132 ആണെന്ന് ഓർക്കണം. അപ്പൊ അതായത് ശക്തമായ സ്വാധീനം അല്ലെങ്കിൽ വോട്ട് ബാങ്ക് കൃത്യമായിട്ട് UDF-നുണ്ട് ഈ മണ്ഡലത്തിൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് ആത്മവിശ്വാസം പകരുന്ന കണക്കാണിത്. പക്ഷേ രാഷ്ട്രീയ കാര്യങ്ങൾ, തർക്കങ്ങൾ നിയമസഭയിൽ തമ്മിലുള്ള വ്യത്യാസം സ്വാഭാവികമായും ഉണ്ടാകും. പക്ഷെ എന്നാലും കൃത്യമായ അടിത്തറയുണ്ട്. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ഫൈറ്റ് എന്ന് നമ്മൾ പറയുന്നത്.